ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ Danish Salim. ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും പ്രളയത്തിൻ്റെ ഭീഷണിയിലാണ്. പ്രളയം അകപ്പെട്ടിരിക്കുകയാണ്. പല ജില്ലകളിലും റെഡ് അലേർട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കായിട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരാം. അവരെ പൂർണ്ണമായി ഈ സമയത്ത് രക്ഷപ്പെടുത്തിയിട്ടില്ല, പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് പോലുമില്ല. പല ആൾക്കാരും ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ച ചില ഇടങ്ങളിൽ പോലും ഇപ്പോൾ 2 ആൾ പൊക്കത്തിൽ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഞങ്ങൾക്ക് വീടുണ്ട്, അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഏകദേശം 1 നില പൊക്കത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പം സ്വയം സുരക്ഷ തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രളയത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 20 കാര്യങ്ങൾ പറയാം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, കാരണം പല മരണങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ആദ്യമായിട്ട് സുരക്ഷിതത്വം സംബന്ധിച്ച അധികാരികളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് കർശനമായി പാലിക്കുക. വീടൊഴിയാൻ അറിയിച്ചാൽ ദയവ് ചെയ്ത് അതനുസരിച്ച് വീട്ടിൽ നിന്ന് മാറുക. sdma.kerala.government.in സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ പോസ്റ്റിനോട് ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എപ്പോഴൊക്കെയാണ് അതിന്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റും. രണ്ടാമതായിട്ട് കുത്തൊഴുക്കുള്ള ഈ സമയങ്ങളിൽ നദികളിലും മറ്റും കുളിക്കുന്നതോ മീൻ പിടിക്കാൻ പോകുന്നതോ ഒക്കെ ഇറങ്ങുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പല കുട്ടികളും അങ്ങനെ മരണത്തിൽ ഈ സമയത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ സംഭവിച്ചായിരുന്നു. ഇനി ഈ സമയത്ത് നമ്മൾ സഹായിക്കാൻ വേണ്ടി പോകുമെങ്കിൽ അധികാരികളുടെ ഒരു പെർമിഷനോട് ചെയ്യുക, അല്ലെങ്കിൽ പരിശീലനം ലഭിച്ചിട്ടുള്ളവർ മാത്രമാണ് ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങേണ്ടത്. കാരണം നമ്മൾ ട്രെയിനിങ് ഇല്ലെങ്കിൽ നമുക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഉല്ലാസവേളയായിട്ട് കരുതി വെള്ളം പൊങ്ങിയത് കാണാൻ പോവുക, ആ പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുക, അങ്ങനെ ഒഴിവാക്കുക. കാരണം വെള്ളത്തിൽ കളിക്കാനുള്ള സമയമല്ല ഇത്. അത് ഇറങ്ങുന്നത് സ്വയം അപകടം വിളിച്ചു വരുത്തുന്നതും അനാവശ്യ അപകടങ്ങൾ ഈ സമയത്ത് ഉണ്ടാവാനും കാരണമാകാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് വളരെയധികം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണത്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴുക്കിപ്പെടുകയോ അല്ലെങ്കിൽ മുങ്ങിപ്പോവുകയോ ചെയ്യുന്ന ആളെ രക്ഷിക്കാൻ നമ്മൾ മതിയായ സുരക്ഷാ നടപടികൾ ഇല്ലാതെ ഒരു കാരണവശാലും പുറകെ ചാടുന്നത് അപകടം വലിച്ചു വരുത്തും. അത് ഒരിക്കലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ ഒരേ അപകടങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ മഴ മൂലം ഈ റോഡുകളിൽ പുതുതായിട്ട് വലിയ വലിയ ഹോളുകളും ഗർത്തങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു വടി ഉപയോഗിച്ച് മുന്നിൽ കുഴിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് നടക്കാവൂ. കാരണം നമ്മൾ സ്ഥിരമായി നടന്ന റോഡുകളാണെങ്കിൽ പോലും കുഴികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളം പൊങ്ങാൻ സാധ്യത ഉള്ള പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടിയുള്ള വാഹന യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം വാഹനം ഒഴുകിപ്പോകാനും അതുപോലെ കുഴി പോകാനും സാധ്യതയുണ്ട്. പ്രളയ ഭീഷണി അറിയിപ്പ് ലഭിച്ചാൽ ഒരു ബാഗിൽ ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കൾ കരുതി വെക്കേണ്ടതാണ്. നമ്മൾ പറയുന്നത് ഒരു എമർജൻസി കിറ്റിൽ സൂക്ഷിക്കേണ്ടത് നമുക്കൊരു ലൈറ്റ്, എമർജൻസി ലൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു ടോർച്ച് എടുത്ത് വെക്കുക, പിന്നെ മെഴുകുതിരി വെക്കാം, റേഡിയോ വെക്കാം, ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കരുതി വെക്കാം, ORSന്റെ ഒരു പാക്കറ്റ്, ഒരു 10 പാക്കറ്റ് വാങ്ങിച്ചു വെക്കുക. വയറിളക്കം ഉണ്ടെങ്കിൽ കലക്കി കുടിക്കാനാണ്. അത്യാവശ്യം വേണ്ട മരുന്നുകൾ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എടുത്തു വെക്കാൻ മറക്കരുത്. മുറിവിന് പുരട്ടാൻ വേണ്ടി ഒരു ബീറ്റാഡിൻ ഓയിൻമെന്റ് വാങ്ങിച്ചു വെക്കുക. ഒരു ചെറിയ കുപ്പി ആന്റിസെപ്റ്റിക് ലോഷൻ വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ നിർബന്ധമായിട്ട് എടുക്കുക. പിന്നെ കുറച്ച് കപ്പലണ്ടി, കുറച്ച് ഉണക്കമുന്തിരി, കാരണം ചീത്താവാൻ സാധ്യതയില്ലാത്ത സാധനം, അല്ലെങ്കിൽ ഈന്തപ്പഴം, അതൊക്കെ നമുക്ക് എടുത്ത് ബാഗിൽ വെക്കാം. പിന്നെ ഒരു ചെറിയൊരു കത്തി, എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും വെട്ടണോ ചെത്തണമെങ്കിലൊക്കെ. പിന്നെ 10 ക്ലോറിൻ ടാബ്ലറ്റ് വയ്ക്കുക. വെള്ളം കുടിക്കാൻ ഒരു അവസരം വരുവാണെങ്കിൽ 10 ക്ലോറിൻ ടാബ്ലറ്റ്. ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു ടോർച്ചിൽ ഇടാവുന്ന ബാറ്ററികളെല്ലാം എടുത്ത് വയ്ക്കുക. അത് കുറച്ച് എക്സ്ട്രാ ബാറ്ററി. പിന്നെ നമുക്ക് മൊബൈൽ, ഏറ്റവും സാധാരണ ഒരു മൊബൈലാണ് ഏറ്റവും നല്ലത്. കൂടുതൽ നാൾ ചാർജ് നിൽക്കുന്ന ഒരു ചെറിയ ഫോൺ വാങ്ങിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം കുറച്ച് പണവും ATM കാർഡ്, ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഇതെല്ലാം നമ്മൾ കൈവയ്ക്കുക. ഒരിക്കലും വാഹനങ്ങളിൽ വെള്ളത്തിലൂടെ പോകാൻ ശ്രമിക്കരുത്, കാരണം അത് ഒഴുക്കിപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ ലോറികളോ അല്ലെങ്കിൽ SUVകൾ, ജീപ്പുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിലൂടെ അല്ലെങ്കിൽ പ്രളയജലത്തിലൂടെ കുറച്ചെങ്കിലും ഓടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓടുമെന്ന് കരുതി പോയത് പെട്ടെന്ന് ഒരു ഒഴുക്ക് വരാം, ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം 5 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്ക് മലിനമാകാൻ, സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടി ടോയ്ലറ്റുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം മിക്സ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ സമയത്ത് കുടിക്കുന്ന വെള്ളം വളരെ ഉറപ്പുവരുത്തേണ്ടതാണ്. വെള്ളം ക്ലീൻ ആണ് എന്നുള്ളത് നമ്മൾ അതീവമായി ശ്രദ്ധ വരുത്തണം. കാരണം വയറിളക്ക രോഗങ്ങൾ വളരെ കോമൺ ആണ് പ്രളയം ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ വെള്ളത്തിൽ അകപ്പെട്ട പ്രളയജലത്തിൽ പരിചയമില്ലെങ്കിൽ കഴിവതും അതിനകത്ത് നടക്കരുത്. ബാലൻസ് തെറ്റി നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക.
പിന്നെ അതുപോലെ ഒഴുക്കിലൊക്കെ പെടാം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ കയറ് കെട്ടിയിട്ട് അതിൽ തൂങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒഴുക്കില്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് വേണം അങ്ങനെ പോകാൻ. ഒരു സ്ഥലത്തോട്ട് പോകുന്നത് ഒഴുക്കില്ലാത്ത സ്ഥലത്ത് വേണം പോകാൻ. പിന്നെ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മളത് 9496061061 എന്ന നമ്പറിൽ വിളിക്കുകയോ 1912 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പല ഇലക്ട്രിക് ഷോക്ക് മരണങ്ങൾ ഉണ്ടാവും. പ്രളയത്തിൽ ഒറ്റപ്പെട്ട ആളെ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. കയ്യിലുള്ള ഭക്ഷണം പരമാവധി സമയത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഓർക്കുക. പിന്നുള്ളത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രി സമയത്ത് നമ്മൾ 7 മണി തൊട്ട് രാവിലെ 7 മണി വരെ മലയോര മേഖലകളിൽ നമ്മൾ യാത്ര ചെയ്യാനോ അവിടെ പോയി നിൽക്കാനോ പാടില്ല. അത് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പാലങ്ങളിലും നദിക്കരയിലും മറ്റും കയറി ഈ സെൽഫി എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെയും കുറെ മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയും കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫോട്ടോ എടുക്കുന്ന പല സമയത്തുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ജലം കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇലക്ട്രിക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. കാരണം ഇലക്ട്രിക് ഷോക്ക് കാരണം പല മരണങ്ങളും ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വീട്ടിൽ അസുഖമുള്ളവരോ അല്ല എന്തെങ്കിലും നടക്കാൻ അല്ലെങ്കിൽ ഭിന്നശേഷി ഉള്ളവർക്കോ പ്രായമുള്ളവരോ ആണ്, പിന്നെ കുട്ടികളെയൊക്കെയാണ് ആദ്യം നമ്മൾ പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത്. അവരെ ആദ്യം മാറ്റി പാർപ്പിക്കുക. വെള്ളപ്പൊക്കം ഉണ്ടായാൽ അവരെ മാറ്റാനായിട്ട് ശ്രമിക്കുക. അവരുടെ മരുന്നുകൾ എടുക്കാൻ മറക്കരുത്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുത്തു മാറ്റുക. പിന്നെ ഈ വിവരം സാമൂഹിക സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് അറിയിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക. പിന്നെ വളർത്തു മൃഗങ്ങളുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ നമുക്ക് പറ്റുമെങ്കിൽ പറ്റുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കയറുകളെങ്കിലും കെട്ടഴിച്ച് വിടുക. അത് സ്വന്തമായിട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് അത് പോയോളൂ. മൃഗങ്ങൾ സ്വന്തമായിട്ട് അത് നീന്താൻ അറിയുന്നവരാണ് മിക്കത്. അപ്പൊ അവരങ്ങ് നീന്തി അങ്ങ് പൊയ്ക്കോളൂ. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളം കയറി തുടങ്ങിയാൽ എത്രയും വേഗം നമ്മൾ വാഹനങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി പാർക്ക് ചെയ്യുക. കാരണം വാഹനം കേടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ കെട്ടിക്കിടക്കുന്ന ജലവുമായി നിങ്ങൾക്ക് സമ്പർക്കം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡോക്സിസൈക്ലിൻ എന്നുള്ള ടാബ്ലറ്റ് കഴിക്കുക. അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് മാത്രമായിട്ട് ചെറിയൊരു വീഡിയോ പറയാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം കഴിഞ്ഞ വർഷം എലിപ്പനി 2019-ലും 2018-ലും ഏകദേശം 200ഓളം ആളുകളാണ് എലിപ്പനി കാരണം മരണപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ചെളിവെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ബൂട്ടുകളോ മറ്റുകളോ ധരിക്കുക. ചില സമയത്ത് നമുക്ക് ധരിക്കാൻ പറ്റാത്ത അവസരം വരാം. അപ്പൊ ആ സമയത്ത് മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഈ ഒരു പ്രളയവും ഉടനെ തന്നെ മാറുമെന്നാണ് കരുതുന്നത്. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രളയം മാറും. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പം പല സ്ഥാനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനുഷ്യർക്കാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവുക. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എടുത്ത് സേഫ് ആയിട്ട് പോവുക. നമുക്ക് ഈ ഒരു അനൗൺസ്മെന്റ് കിട്ടും, എല്ലാം നോർമലായി എന്നുള്ള അനൗൺസ്മെന്റ് കിട്ടുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് നമുക്ക് ശരിയാക്കാം. അറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസരമാണ്. പക്ഷെ നമ്മളെല്ലാവരും മരണം ഒഴിവാക്കുക, മറ്റു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ആദ്യം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.